കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ പറഞ്ഞു, ഡൈപോൾ മൊമെൻ്റ് പറഞ്ഞു, ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദി ആക്സിസ് ഓഫ് ദ ഡൈപോൾ. അത് രണ്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അറ്റ് എ പോയിന്റ് അലോങ് ദി ഇക്വറ്റോറിയൽ ലൈൻ, along the equatorial line of the dipole. Equatorial line of the dipole ആണ് ഇനി നമുക്ക് കാണേണ്ടത്. എന്താണ് ഇക്വറ്റോറിയൽ ലൈൻ എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ഇത് കാണാം. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് along the equatorial line of a dipole? And for that we consider an electric dipole of charges minus q and plus q separated by a distance a. ഇവിടെ a എന്നുള്ള പോയിന്റും b എന്ന പോയിന്റ്. This is the center of the dipole. So this is a by 2, a by 2. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, സെൻറ്ററിലൂടെ ഇക്വേറ്റർ. So we take the point C at a distance r from the center of the dipole. നേരത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്തിരുന്നത്. സി എന്ന പോയിന്റ് ഒ എന്ന പോയിന്റിന് ആർ ഡിസ്റ്റൻസ്. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് സി ഡ്യൂ ടു ദിസ് ഡൈപോൾ. അപ്പോൾ ഇവിടെയും പ്ലസ് ക്യൂ ചാർജ് കൊണ്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മൈനസ് ക്യൂ ചാർജ് കൊണ്ടൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. രണ്ട് ഫീൽഡുകളുടെയും വെക്റ്റർ സമ്മാണ് സി എന്ന പോയിന്റിലുള്ള നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. So first electric field at C, electric field at C due to plus Q charge. അതിന് E1 കൊടുക്കാം. E1 ഈക്വൽ ടു എന്തോരും 1/4πε0 Q ബൈ, ഈ ഡിസ്റ്റൻസ് ഇപ്പോൾ തൽക്കാലം നമുക്ക് ബി സി എന്ന് എടുക്കാം. അപ്പോൾ ബി സി സ്ക്വയർ. ഡയറക്ഷൻ എന്ത് വരും? എലോങ്. പോസിറ്റീവ് ചാർജാണ്, പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടെ എലോങ് ഔട്ട്വേർഡാണ് പോസിറ്റീവ് ചാർജ്. എലോങ് ബി സി വരും, എലോങ് ബി സി. ഇതിന് E1, E1. അതേപോലെ field at C, field at C due to minus Q charge എന്തോരും? E2 equal to 1/4πε0 Q by ഈ ഡിസ്റ്റൻസ് AC സ്ക്വയർ. മൈനസ് ചാർജാണ്. മൈനസ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ടുവേർഡ്സ്, അതുകൊണ്ട് അലോങ് സി, അലോങ് സി എ. അപ്പോൾ ഇത് മനസ്സിലാക്കാം. ബി സി ഈക്വൽ ടു സി എ ആണ്. അപ്പോൾ ഇക്വേഷനിൽ E1 1/4πε0 Q ബൈ ബി സി സ്ക്വയർ, E2 1/4πε0 Q ബൈ എ സി സ്ക്വയർ. ബി സിയും എ സിയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം E1 ഈക്വൽ ടു E2 ഇൻ മാഗ്നിറ്റ്യൂഡ്.
E1 ഈക്വൽ ടു E2 ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ സി എന്ന പോയിന്റിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ E1ൻ്റെയും E2ൻ്റെയും റിസൾട്ടൻ്റ് ഫീൽഡാണ് എന്നർത്ഥം. അതിന് വേണ്ടിയിട്ട് നമ്മൾ E1നെയും E2നെയും റിസോൾവ് ചെയ്യണം. അതിന് ഈ ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. ഈ ആംഗിൾ തീറ്റ, ഈ ആംഗിളും തീറ്റ. E1നെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? E1നെ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ we get E1 cos theta. E1 cos theta. ഈ ആംഗിൾ തീറ്റ ആയിട്ട് വരും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ E1 സൈൻ തീറ്റ എന്ന് വരും. E1 സൈൻ തീറ്റ. അതേപോലെ E2നെ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഡയറക്ഷനിൽ കോസ് കമ്പോണൻ്റ് വരും. E2 കോസ് തീറ്റ, താഴോട്ട് E2 സൈൻ തീറ്റ. E2 സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ E1 ഈക്വൽ ടു E2 ആണ് ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പിന്നെ ഫിഗർ നമുക്ക് വളരെ ക്ലിയർ ആണ്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ E1 സൈൻ തീറ്റയും E2 സൈൻ തീറ്റയും ക്യാൻസൽ ചെയ്യും ആസ് ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ബാക്കിയുള്ളത് എന്താ വരുന്നത്? E1 കോസ് തീറ്റയും E2 കോസ് തീറ്റയും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സി എന്ന് പറഞ്ഞാൽ E1 കോസ് തീറ്റയുടെയും E2 കോസ് തീറ്റയുടെയും സമ്മാണ്. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് സി ഈസ് ഗിവൺ ബൈ E equal to E1 cos theta plus E2 cos theta. E1 equal to E2 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ 2E1 cos theta എന്നോ 2E2 cos theta എന്നോ എഴുതാം. 2E1 cos theta. ഇനി E1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു E1ന് പകരം 1/4πε0 Q ഡിവൈഡഡ് ബൈ BC സ്ക്വയർ. ഇങ്ങനെ കോസ് തീറ്റയാണ്. കോസ് തീറ്റ എന്ത് വരും നോക്കാം. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് A/2 ഡിവൈഡഡ് ബൈ BC. therefore A/2 ഡിവൈഡഡ് ബൈ BC. ഈ ടൂവും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? 1/4πε0 QA ഡിവൈഡഡ് ബൈ BC ക്യൂബ് എന്ന് വരും. BC ക്യൂബ്. ഇനി നമുക്കിപ്പോൾ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ്. ഈ BC എന്നുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള ഡിസ്റ്റൻസ് 6ആണ്. 6ൻ്റെ ടേമിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ BCനെ 6ൻ്റെ ടേമിലേക്ക് മാറ്റാനായിട്ട് ഈ ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും? BC സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ 4. BC സ്ക്വയർ ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ 4. or BC ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ 4 ഓൾ റേസ് ടു 1/2 എന്ന് കൊടുക്കും. സ്ക്വയർ റൂട്ട്. അങ്ങനെയാണെങ്കിൽ BC ക്യൂബ് എന്ത് വരും? BC ക്യൂബാണ് നമ്മളുടെ എക്സ്പ്രഷനിലുള്ളത്. R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ 4 ഓൾ റേസ് ടു 3/2 എന്ന് പറയും. BC ക്യൂബിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുക? R സ്ക്വയർ പ്ലസ് A സ്ക്വയർ ബൈ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കാം. then we get E equal to 1/4πε0
epsilon 0 into QA divided by r square plus a square by 4 all raised to 3 by 2. നേരത്തെ അപ്രോക്സിമേഷൻ ഉണ്ടല്ലോ, എ മച്ച് ലെസ് ദാൻ ആർ. അതേപോലെ പിന്നെ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് ക്യു എ ഈക്വൽ ടു പി രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മച്ച് ലെസ് ദാൻ ആർ എന്ന് പറയുമ്പം ഈ എ സ്ക്വയർ ബൈ 4 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ദെർഫോർ ക്യു എക്ക് പകരം പിയും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇ ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 പി ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? ആർ സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്നാണ് എന്താ വരിക? അത് ആർ ക്യൂബ്. therefore 1/4 എപ്സിലോൺ 0 പി ബൈ ആർ ക്യൂബ് എന്ന് വരും. ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻ. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ E1 cos θ E2 cos θ ആഡ് ചെയ്തതാണ്. E1 cos θ E2 cos θ ഈ ഡയറക്ഷനിലാണ്. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലോ നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ്. അപ്പം ഡൈപോൾ മൊമെൻറ്റ് അങ്ങോട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഈ ഡയറക്ഷനിൽ, അതായത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെൻറ്റ്. Therefore, in vector form, we write E equal to 1/4 epsilon 0. The opposite direction ആണെന്ന് കാണിക്കാൻ വേണ്ടി മൈനസ് പി ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നുള്ളത്. ദാറ്റ് ഈസ് ഇ ആൻഡ് പി ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇതാണ് ഫീൽഡ് അലോങ് ദി ഇക്വേറ്റർ. ഫീൽഡ് അലോങ് ദി ആക്സിസ് എന്ന് പറഞ്ഞാൽ 1/4 എപ്സിലോൺ 0 2p ബൈ ആർ ക്യൂബാണ്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആക്സിസിലുള്ള ഫീൽഡ് ഇക്വറ്റോറിയൽ പോയിന്റിലുള്ള ഫീൽഡിൻ്റെ 2 മടങ്ങാണ്. സോ ദ ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദി ആക്സിസ് ഈസ് twice the field due to a dipole along the equatorial point lying at the same distance from the center of the dipole.